ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാഡമി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 103/2020 LD ടൈപ്പിസ്റ്റ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സാമിൻ്റെ ഡേറ്റ് 20/12/2020 ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ എക്സാമിൽ. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 71 മുതൽ 80 വരെ 10 കമ്പ്യൂട്ടറിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. അതിൽ 71 മുതൽ 75 വരെയുള്ള 5 കമ്പ്യൂട്ടർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ആ ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിലത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ടെക്സ്റ്റിൻ്റെ രൂപത്തിൽ ഞാനത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ചോദ്യങ്ങൾ നോക്കാം. ഇതാണ് 71 മുതൽ 80 വരെ ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ 10 ചോദ്യങ്ങൾ. ഇതിൽ 71 മുതൽ 75 വരെയുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇൻക്ലൂഡ്സ് പ്രോസസ് ഓഫ്, അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രക്രിയയിൽ ഏതൊക്കെ പ്രോസസ്സിംഗ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എൻ്ററിങ് ടെക്സ്റ്റ്, എഡിറ്റിംഗ് ടെക്സ്റ്റ്, ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്, ഓൾ ഓഫ് ദീസ്. ഈ ഒരു ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു 5 സെക്കൻഡ് സമയം ഞാൻ ആലോചിക്കാൻ തരാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ പരിചയപ്പെടാം. എൻ്ററിങ് ടെക്സ്റ്റ്. എ വേർഡ് പ്രോസസ്സിംഗ് ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട്സ് ആസ് ആൻ എംപ്റ്റി വിൻഡോ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ with a flashing cursor bar that indicates your location in the document. As you type, the cursor moves to the right and the characters are displayed on the screen and stored in the computer's memory. അതായത് ഒരു വേർഡ് പ്രോസസ്സർ തുടങ്ങുന്നത് ഒരു എംപ്റ്റി വിൻഡോയിലാണ്. എന്ന് വെച്ചാൽ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വിൻഡോയിലായിരിക്കും. ആ വിൻഡോയിൽ മറ്റൊന്നും ഉണ്ടാകാറില്ല. എന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു ഫ്ലാഷ് ചെയ്യുന്ന കഴ്സർ ബാർ നിങ്ങൾക്ക് കാണാനും സാധിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കഴ്സർ വലതുവശത്തേക്ക് ചലിക്കുകയും അവിടെ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രതീകങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എൻ്ററിങ് ടെക്സ്റ്റ്. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് പരിചയപ്പെടാം. എഡിറ്റിംഗ് ടെക്സ്റ്റ്. ദ എബിലിറ്റി ടു ചേഞ്ച് ടെക്സ്റ്റ് ബൈ ആഡിങ്, ഡിലീറ്റിംഗ് ആൻഡ് റീഅറേഞ്ചിങ് ലെറ്റേഴ്സ്, വേർഡ്സ്, സെൻറ്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ്. അതായത് ഏതെങ്കിലും വേർഡ്സിൽ എന്ന് വെച്ചാലോ ഏതെങ്കിലും ഒരു വാക്കുകളിലോ സെൻറ്റൻസ് വാക്യങ്ങളിലോ പാരഗ്രാഫ് ഏതെങ്കിലും ഒരു ഖണ്ഡിക അല്ലെങ്കിൽ പാരഗ്രാഫിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ടെക്സ്റ്റ് ബൈ ആഡിങ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ഒരു അഡിഷൻ നടത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ടെക്സ്റ്റിനെ എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് അക്ഷരങ്ങളെ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് എഡിറ്റിംഗ് ടെക്സ്റ്റ്. അടുത്ത ഓപ്ഷനാണ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്. ദ പ്രോസസ് ഓഫ് ഫോർമാറ്റിംഗ് എ ഡോക്യുമെൻറ്റ് ഇൻവോൾവ്സ് സ്പെസിഫൈയിങ് ഹൗ ദ ഡോക്യുമെൻറ്റ് വിൽ ലുക്ക് ഇൻ ഇറ്റ്സ് ഫൈനൽ ഫോം ഓൺ ദി സ്ക്രീൻ ആൻഡ് വെൻ പ്രിൻറ്റഡ്. അതായത് ഒരു ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയിൽ ഡോക്യുമെൻറ്റ് അതിൻ്റെ അവസാന രൂപത്തിൽ സ്ക്രീനിൽ കാണുമ്പോഴും അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുമ്പോഴും ഏത് രൂപത്തിൽ നമ്മൾ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇൻക്ലൂഡ്സ് പ്രോസസ് ഓഫ് എന്നൊരു ചോദ്യം കണ്ടാൽ ഇതിനകത്ത് അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ 3 ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 72ാമത്തെ ചോദ്യമാണ്. ഇൻ എ കമ്പ്യൂട്ടർ ടൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എ സിമിലർ ഓർ ഓൾട്ടർനേറ്റീവ് വേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ് ഈസ് കാൾഡ്. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ വേർഡ് ഡോക്യുമെൻറ്റിൽ സിമിലർ ആയിട്ടുള്ള അതായത് ഒരുപോലെ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ അതിന് പകരമായിട്ടുള്ളതോ ആയ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ചോദ്യം വളരെ സിമ്പിളായിട്ട് ഒരിക്കൽ കൂടി പറയാം. അതായത് ഒരു കമ്പ്യൂട്ടറിൽ വേർഡ് ഡോക്യുമെൻറ്റിൽ നമ്മളൊരു ടൂൾ ഉപയോഗിക്കാറുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വാക്കിൻ്റെ സിമിലർ ആയിട്ടുള്ള അതായത് ഒരുപോലെ ആയിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു വാക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകളെയോ
നമ്മൾ കണ്ടെത്താറുണ്ട്. ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഫൈൻഡർ, തീസോറസ് അല്ലെങ്കിൽ തെസോറസ് എന്ന് വായിക്കാം, ഡിക്ഷണറി, സ്റ്റൈൽ ചെക്കർ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നോക്കാം. അതിനായി ഓരോ ഓപ്ഷനും നമുക്കിതെടുത്ത് പരിശോധിക്കാം. ആദ്യത്താണ് ഫൈൻഡർ. ത്രൂ ദ ഫൈൻഡർ യു ക്യാൻ ലൊക്കേറ്റ് ഈച്ച് ഓഫ് ദി ഡ്രൈവ്സ് ഓൺ ദി കമ്പ്യൂട്ടർ, ഷെയർ നെറ്റ്വർക്ക് ഡിവൈസസ്, പെർഫോം എ സെർച്ച്, വ്യൂ യുവർ ആപ്സ് എക്സെട്ര. അതായത് ഫൈൻഡറിലൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലെ ഓരോ ഡ്രൈവുകളും കണ്ടെത്താനും നെറ്റ്വർക്ക് ഡിവൈസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഷെയർ ചെയ്യാനും ഒരു സെർച്ച് നടത്താനും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് കാണാനും സാധിപ്പിക്കുന്ന ഒന്നാണ് ഫൈൻഡർ. രണ്ടാമത്തെ ഓപ്ഷനാണ് തെസോറസ് അല്ലെങ്കിൽ തീസോറസ്. The thesaurus is a software tool that is used in the Microsoft Word document to look up, means find, synonyms, words with the same meaning, and antonyms, words with the opposite meaning for the selected word. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് തെസോറസ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ്, ഏതെങ്കിലും ഒരു വാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ വാക്കിൻ്റെ സിനോണിം എന്ന് വെച്ചാൽ എന്താണ്? ഒരേ അർത്ഥമുള്ള വാക്കുകളോ അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കിൻ്റെ ആൻറ്റോണിം എന്ന് വെച്ചാൽ എന്താണ്? വിപരീത പദമോ, അതായത് ഓപ്പോസിറ്റായിട്ടുള്ള അർത്ഥമുള്ള വാക്കുകൾ കിട്ടാനായിട്ടോ ആണ് നമ്മൾ തിസോറസ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിക്കുന്നത്. സ്റ്റൈൽ ചെക്കർ. It compare the written words and phrases with a resident list of commonly found errors and indicate those errors to the user. അപ്പോൾ സ്റ്റൈൽ ചെക്കർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതിയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ വാക്കുകളെയും ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? ശൈലികളിലും പൊതുവായി കണ്ടെത്തിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ പിശകുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതനുസരിച്ച് കൊണ്ട് നമ്മളുടെ മിസ്റ്റേക്സിനെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് ആ മിസ്റ്റേക്സ് കൃത്യമായി അതിൻ്റെ യൂസേഴ്സിനെ ബോധിപ്പിച്ചു തരുന്ന ഒരെണ്ണമാണ് സ്റ്റൈൽ ചെക്കർ. നമുക്ക് 73ാമത്തെ ചോദ്യം നോക്കാം. കമ്പോണൻറ്റ്സ് വിച്ച് കണക്ട്സ് എ ഡിസ്ക് ഡ്രൈവ് ടു കമ്പ്യൂട്ടേഴ്സ് ബസ് ഈസ്. അതായത് കമ്പ്യൂട്ടർ ബസ്സിനെയും ഡിസ്ക് ഡ്രൈവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്: ഹാർഡ് ഡിസ്ക്, ഡ്രൈവ് ഇൻ്റർഫേസ്, സെൻസർ ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ ബസ് എന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബസ് ആർ യൂസ്ഡ് ടു കണക്ട് ദ വേരിയസ് ഹാർഡ്വെയർ കമ്പോണൻറ്റ്സ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പാർട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാഗമായിട്ടുള്ള വിവിധ ഹാർഡ്വെയർ ഘടകങ്ങളെ, അതായത് സ്പീക്കർ, CPU, മോണിറ്റർ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്നതിന് കമ്പ്യൂട്ടർ ബസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഈസ് ദ ഹാർഡ്വെയർ കമ്പോണൻറ്റ് ദാറ്റ് സ്റ്റോർ ഓൾ ഓഫ് യുവർ ഡിജിറ്റൽ കണ്ടൻറ്റ്, യുവർ ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ്, മ്യൂസിക്, വീഡിയോസ്, പ്രോഗ്രാംസ് സ്റ്റോർഡ് ഓൺ എ ബോർഡ് ഡ്രൈവ്. ഹാർഡ് ഡ്രൈവ്സ് ക്യാൻ ബി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. അതായത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ HDD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റലായിട്ടുള്ള കണ്ടൻറ്റിനെ സേവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. ഇതിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ്, മ്യൂസിക്സ്, വീഡിയോസ്, പ്രോഗ്രാംസ് മുതലായവയെ സ്റ്റോർ ചെയ്യുന്നു. ഹാർഡ് ഡിസ്ക് നമുക്ക് ഇൻറ്റേർണലും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണലും ഉണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡ്രൈവ് ഇൻ്റർഫേസ് എന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കമ്പോണൻറ്റ് വിച്ച് കണക്ട്സ് എ ഡിസ്ക് ഡ്രൈവ് ടു കമ്പ്യൂട്ടേഴ്സ് ബസ് എന്നാണ്. അതായത് കമ്പ്യൂട്ടർ ബസ്സിനെയും ഡിസ്ക് ഡ്രൈവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഡ്രൈവ് ഇൻ്റർഫേസ്. നമുക്ക് മറ്റുള്ള രണ്ടെണ്ണം കൂടെ നോക്കാം. സെൻസേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ഫിസിക്കൽ ക്വാളിറ്റീസ് സച്ച് ആസ് ടെമ്പറേച്ചർ, ലൈറ്റ്, പ്രഷർ, സൗണ്ട് ആൻഡ് ഹ്യൂമിഡിറ്റി. അതായത് സെൻസർ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ ക്വാളിറ്റീസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, താപനില, ലൈറ്റ്, വെളിച്ചം, പ്രഷർ, മർദ്ദം, സൗണ്ട്, ശബ്ദം, ഹ്യൂമിഡിറ്റി, ഈർപ്പം എന്നിവ പോലുള്ള അളവുകളെ അളക്കാനായിട്ടാണ് നമ്മൾ സെൻസർ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത ഓപ്ഷൻ കൂടെ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് എ സ്റ്റാൻഡേർഡ്. എ സ്റ്റാൻഡേർഡ് ഈസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഫോർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ agreed upon by academic and industry contributors.
അതായത് അക്കാഡമിക് തലത്തിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വ്യവസായപരമായിട്ടോ ഹാർഡ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനോ ആയുള്ള ഒരു കൂട്ടം സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സവിശേഷതകളാണ് സ്റ്റാൻഡേർഡ്. അതായത് വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകളും സോഫ്റ്റ്വെയറുകളും നിർമ്മിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. ഇതാണ് സ്റ്റാൻഡേർഡ്. നമുക്ക് 74-ാമത്തെ ചോദ്യം നോക്കാം. എ DVD ഈസ്, ഒരു DVD എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഒപ്റ്റിക്കൽ ഡിസ്ക്, ഔട്ട്പുട്ട്, സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് അല്ലെങ്കിൽ SSD, ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഉത്തരം ഞാൻ ആദ്യം തന്നെ റിവീൽ ചെയ്യുകയാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. നമുക്ക് ഓരോ ഓപ്ഷനും ഒന്ന് പരിചയപ്പെടാം. ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ ODD uses a laser light to read data from or write data to an optical disk. This includes CDs, DVDs and Blu-ray disc. അതായത് ODD ഓപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവിൽ ഒരു ലേസർ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ വായിക്കാനോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവിലേക്ക് ഡേറ്റ എഴുതാനോ നമ്മൾ ലേസർ ലൈറ്റ് ഉപയോഗിക്കുന്നു. CD, DVD, Blu-ray ഡിസ്ക് ഇതൊക്കെ ഈ ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവിന് ഉദാഹരണങ്ങളാണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഔട്ട്പുട്ട് ഡിവൈസ്. ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് എനി പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ് വിച്ച് കൺവേർട്ട്സ് ഇൻഫർമേഷൻ ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഉപകരണങ്ങളുടെ ഒരു ഭാഗമാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, അത് വിവരങ്ങൾ മനുഷ്യന് വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തു തരുന്നു. ഇപ്പോൾ ഒരു മ്യൂസിക് പ്ലെയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഔട്ട്പുട്ട് സ്പീക്കർ വഴി കിട്ടും അല്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജോ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മോണിറ്റർ വഴി കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അടുത്ത ഓപ്ഷനാണ് SSD, അതായത് സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നു. ഈസ് എ ന്യൂ ജനറേഷൻ ഓഫ് സ്റ്റോറേജ് ഡിവൈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. അതായത് കൂടുതലും ഇപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിനകത്ത് HDD ആണ് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആയിരുന്നു. അതിനേക്കാളും കുറേ കൂടി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നടത്തിത്തരുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് SSD. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൽ SSD ആണ് ഉപയോഗിക്കുന്നത്. പല കമ്പ്യൂട്ടറും ഇപ്പോൾ ഹൈബ്രിഡായി മാറിയിട്ടുണ്ട് കേട്ടോ. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഒരേ സമയം HDDയും അതേസമയം തന്നെ SSDയും പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞു. അവസാനത്തെ ഓപ്ഷൻ ഹാർഡ് ഡിസ്ക് ആയിരുന്നു. തൊട്ട് മുന്നേ ഉള്ള 73-ാമത്തെ ചോദ്യത്തിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 75-ാമത്തെ ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 75-ാമത്തെ ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 75-ാമത്തതും അവസാനത്തതുമായ ചോദ്യമാണ്. ഫയൽ ടൈപ്പ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ. ഒരു ഫയൽ ടൈപ്പ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഫയൽ നെയിം, ഫയൽ എക്സ്റ്റൻഷൻ, ഫയൽ ഐഡൻറ്റിഫയർ. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വാട്ട് ഈസ് ഫയൽ ആൻഡ് ടൈപ്സ് ഓഫ് ഫയൽ എന്ന് നോക്കാം. അതായത് എന്താണ് ഫയൽ, എന്താണ് ഫയലിൻ്റെ ടൈപ്പ് എന്ന് നോക്കാം. എ ഫയൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ. അതായത് ഒരു ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ഡേറ്റകളുടെയോ അല്ലെങ്കിൽ വിവരങ്ങളുടെയോ ഒരു ശേഖരമായിട്ട് നമുക്ക് പറയാം. ദെയർ ആർ 2 ടൈപ്സ് ഓഫ് ഫയൽസ്. പ്രധാനമായും ഒരു ഫയൽ രണ്ടാക്കി നമുക്ക് തിരിക്കാം. ദെയർ ആർ പ്രോഗ്രാം ഫയൽ ആൻഡ് ഡേറ്റ ഫയൽ. അവയൊക്കെയാണ് പ്രോഗ്രാം ഫയലും അതുപോലെ തന്നെ ഡേറ്റ ഫയലും. പ്രോഗ്രാം ഫയൽ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഫയൽസ് കണ്ടെയ്നിങ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ്. സോഫ്റ്റ്വെയർ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഫയലിനെയാണ് നമ്മൾ പ്രോഗ്രാം ഫയൽ എന്ന് പറയുന്നത്. പ്രോഗ്രാം ഫയൽസ് ആർ ദെൻ മെയ്ഡ് അപ്പ് ബൈ 2 ഫയൽസ് കോൾഡ് സോഴ്സ് പ്രോഗ്രാം ഫയൽ ആൻഡ് എക്സിക്യൂട്ടബിൾ ഫയൽസ്. അതായത് പ്രോഗ്രാം ഫയൽ എന്ന് പറയുന്ന ഫയൽ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഫയലുകൾ ചേർന്നിട്ടാണ്. അവയൊക്കെയാണ് സോഴ്സ് പ്രോഗ്രാം ഫയലും അതുപോലെ തന്നെ എക്സിക്യൂട്ടബിൾ ഫയലും. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യത്തെ ഓപ്ഷനായിരുന്നു ഫയൽ നെയിം. എ ഫയൽ നെയിം ഈസ് ദ കംപ്ലീറ്റ് ടൈറ്റിൽ ഓഫ് എ ഫയൽ ആൻഡ് ഫയൽ എക്സ്റ്റൻഷൻ. അതായത് ഒരു ഫയൽ നെയിം അല്ലെങ്കിൽ ഫയലിൻ്റെ പേര് എന്നത് ഒരു ഫയലിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ ഫയലിൻ്റെ എക്സ്റ്റൻഷനെയും സൂചിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ ഫയൽ നെയിം ആചാര്യ അക്കാഡമി .txt ഹിയർ ആചാര്യ അക്കാഡമി ഈസ് ഫയൽ നെയിം. അതായത്
ഈ ഒരു നെയിം നിങ്ങൾ കണ്ടില്ലേ? ഇതിനകത്ത് ആചാര്യ അക്കാഡമി .txt എന്നുള്ളതിൽ ആചാര്യ അക്കാഡമി എന്നതാണ് ഫയൽ നെയിം. പൂർണ്ണമായും നമ്മൾ പറയുമ്പോൾ ഈ എക്സ്റ്റൻഷനും ചേർത്തിട്ടാണ് ഫയൽ നെയിം പറയാറുള്ളത്. അപ്പോൾ ആചാര്യ അക്കാഡമി .txt എന്നത് ഇവിടുത്തെ ഫയൽ നെയിമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. എ ഫയൽ എക്സ്റ്റൻഷൻ. എ ഫയൽ എക്സ്റ്റൻഷൻ ഈസ് ദ സഫിക്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫയൽ നെയിം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട് ടൈപ്പ് ഓഫ് ഫയൽ ഇറ്റ് ഈസ്. അതായത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു ടേം സഫിക്സ് ആണ്. സഫിക്സ് എന്ന് വെച്ചാൽ പുറകിൽ എന്നാണ് അർത്ഥം. ഓക്കെ, രണ്ട് ടേമുകൾ പറയാം. ഒന്ന് പ്രിഫിക്സും മറ്റൊന്ന് സഫിക്സും. പ്രീ എന്ന് വെച്ചാൽ മുൻപിൽ, ഏതെങ്കിലും ഒരു വാക്കിൻ്റെ മുന്നിൽ ചേർത്താൽ അതിനെ പ്രീ എന്നും പ്രിഫിക്സ് എന്നും, ഏതെങ്കിലും ഒരു വാക്കിന് ശേഷം ചേർത്താൽ അതിനെ സഫിക്സ് എന്നും പറയുന്നു. ഇവിടെ ഫയൽ നെയിമിന് ശേഷമുള്ള ഭാഗത്താണ് നമ്മൾ ഫയൽ എക്സ്റ്റൻഷനായി കണക്കാക്കുന്നത്. അതായത് എക്സാമ്പിൾ നോക്കാം. ഫയൽ നെയിം ആചാര്യ അക്കാഡമി .txt തന്നിട്ടുള്ള, ഞാൻ കുറച്ച് മുന്നേ തന്നൊരു എക്സാമ്പിൾ ആയിരുന്നു ഇത്, ആചാര്യ അക്കാഡമി .txt. ഇവിടെ ആചാര്യ അക്കാഡമി എന്നുള്ളത് ഇവിടുത്തെ ഫയൽ നെയിമും അതുപോലെ തന്നെ ഇതിൻ്റെ സഫിക്സിലായി കാണുന്ന അല്ലെങ്കിൽ പുറകിലായി കാണുന്ന അല്ലെങ്കിൽ ബാക്കിലായി കാണുന്ന txt എന്നുള്ളത് ഇവിടുത്തെ ഫയൽ എക്സ്റ്റൻഷനുമാണ്. അതായത് ഈ txt എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫയൽ ഈസ് എ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ്. ആ ഫയൽ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മൾ txt ഇവിടെ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും ഫയൽ ഇപ്പോൾ ആചാര്യ അക്കാഡമി .pdf കൊടുത്താൽ എന്തായിരിക്കും? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നതായിരിക്കും ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. മനസ്സിലായോ? നമുക്ക് അടുത്ത ഓപ്ഷൻ പരിചയപ്പെടാം. ഫയൽ ഐഡൻറ്റിഫയർ. ഫയൽ ഐഡൻറ്റിഫയർ allows you to look up information about any Windows file using the contextual menu options. It is designed to help you recognize unknown files on your Windows computer. അതായത് ഫയൽ ഐഡൻറ്റിഫയർ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും വിൻഡോ ഫയലിനെ കുറിച്ചുള്ള വിവരങ്ങൾ തിരയാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അൺനോൺ, അതായത് അറിയാത്ത ഏതെങ്കിലും ഫയലുകൾ തിരിച്ചറിയാനും നമുക്ക് ഫയൽ ഐഡൻറ്റിഫയർ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തതും. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സിലബസ് കഴിയാറായി. ഇനിയും പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ പൊതുവായി ചോദിച്ച ചോദ്യങ്ങൾ വേർഡ് പ്രോസസ്സറിൽ നിന്നായിരുന്നു. അപ്പോൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ബേസ്ഡ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക. ഒരു ജോലി നേടിയെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ടു ഓൾ. ബൈ.